കണ്ണൂർ തുളിശ്ശേരി നമ്പ്യാർമേട്ടയിലെ അജയകുമാറിന്റെ മരണത്തിനിടയാക്കിയത് ആന്തരിക അവയവങ്ങൾക്കേറ്റ പരിക്ക്. പ്രതികൾ അജയകുമാറിനെ ആഞ്ഞു ചവിട്ടിയതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അടിയും ചവിട്ടുമേറ്റ് വാരിയലടക്കം തകർന്നിരുന്നു. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, അജയകുമാറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ എന്താണ്? അർജുൻ, കണ്ണൂർ തുളിശ്ശേരിയിലെ പ്ലംബിംഗ് തൊഴിലാളിയായ അജയകുമാറിൻ്റേത് അതിക്രൂരമായ കൊലപാതകമാണെന്ന് വ്യക്തമാക്കുന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് കണ്ണൂർ വിഷൻ ഇപ്പോൾ പുറത്തുവിടുന്നത്. കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള അക്രമം എന്ന നിഗമനത്തിലാണ് പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതോടെ പോലീസും എത്തിയത്. അജയകുമാറിനെ പ്രതികളായ ടി ദേവദാസ്, മക്കളായ സഞ്ജയ് ദാസ്, സൂര്യദാസ്, സഹായിയായി എത്തിയ അസം സ്വദേശി അസദുൽ ഇസ്ലാം എന്നിവർ ക്രൂരമായി മർദ്ദിക്കുകയും ആഞ്ഞു ചവിട്ടുകയും ചെയ്തു. വയറിനും നെഞ്ചത്തുമാണ് ചവിട്ടും അടിയുമേറ്റത്. തലക്ക് ഹെൽമറ്റ് കൊണ്ട് അടിച്ചിട്ടുമുണ്ട്. മരണകാരണമായത് ആന്തരിക അവയവങ്ങൾക്കേറ്റ ഗുരുതരമായ പരിക്കാണ്. അടിയും ചവിട്ടുമേറ്റ് വാരിയെല്ല് തകർന്നു. ഇത് ലെൻസിലേക്ക് അടക്കം തറച്ചു കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. നിലത്ത് വീണ് നിലവിളിക്കുന്നതിനിടെയാണ് അജയകുമാറിനെ പ്രതികൾ ക്രൂരമായി ആക്രമിച്ചത്. ഞായറാഴ്ച വൈകിട്ട് ദേവദാസിന്റെ വീട്ടിലെ ഓട്ടോയും കാറും കഴുകിയ മലിനജലം റോഡിലേക്ക് ഒഴുക്കിവിടുന്നത് അജയകുമാർ ചോദ്യം ചെയ്തതാണ് ഈ സംഭവത്തിന്റെ ഒരു തുടക്കം. ഇവർ തമ്മിലുള്ള തർക്കം നാട്ടുകാർ ഇടപെട്ട് അവസാനിപ്പിച്ചതായിരുന്നു. എന്നാൽ രാത്രി 8:30-യോടെ പ്രതികൾ പുറത്തുനിന്ന് അസം സ്വദേശിയെയും കൂട്ടി നമ്പ്യാർമേട്ടയിൽ എത്തുകയും കടവരാന്തിയിൽ ഇരിക്കുകയായിരുന്ന അജയകുമാറിനെ ക്രൂരമായി ആക്രമിക്കുകയുമാണ് ഉണ്ടായത്. തടയാൻ ശ്രമിച്ച പ്രവീൺ കുമാർ എന്നയാൾക്കും പരിക്കേറ്റു. പ്രവീൺ കുമാറിനെ ഈ സംഘം തലക്ക് ഉൾപ്പെടെ അടിച്ച് പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ പ്രതികൾക്കെതിരെ അതിശക്തമായ ജനരോഷം ഉണ്ടായി. പ്രതികളുടെ വീടും വാഹനവും തിങ്കളാഴ്ച വൈകിട്ട് അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. നിസ്സാരമായ പ്രശ്നത്തിൽ ഒരാളെ കൊലപ്പെടുത്തിയതാണ് ഈ വലിയ തോതിലുള്ള ഈ പ്രതിഷേധത്തിന് കാരണമായിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ 4 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടുതൽ പ്രതികൾ ഇല്ല എന്ന നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. എന്നാൽ രാത്രിയുടെ മറവിൽ മറ്റാരെങ്കിലും അവിടെ എത്തിയിരുന്നോ എന്ന കാര്യം പോലീസ് പ്രത്യേകമായും പരിശോധിക്കുന്നുണ്ട്. ഈ വീട് ആക്രമിച്ച ഇതുമായി ബന്ധപ്പെട്ട പ്രതികളെയും പോലീസ് തിരയുകയാണ്. എന്തായാലും ഈ കൊലപാതകം നടന്ന ഉടൻ തന്നെ ഈ പ്രതികളെയെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ പ്രതികൾ ഇപ്പോൾ റിമാൻഡിലാണ്. ഈ പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനുള്ള അപേക്ഷ പോലീസ് നാളെ തന്നെ നൽകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യും. ഈ സംഭവം, ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം ഈ മലിനജലം റോഡിലേക്ക് ഒഴുക്കിയതുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നതുകൂടി പോലീസ് പ്രത്യേകമായും അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ പ്രതികൾക്ക്, ദേവദാസിനും മക്കൾക്കും അജയകുമാറിനോട് ഒരു പക ഉണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. അല്ലെങ്കിൽ ഇത്രയും ക്രൂരമായ ഒരു ആക്രമണം നടക്കില്ല എന്ന് തന്നെയാണ് പോലീസിന്റെയും ഒരു അനുമാനം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതോടുകൂടിയാണ് ഈ ക്രൂരമായ ഒരു കൊലപാതകം, കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള ഒരു ആക്രമം അവിടെ ഉണ്ടായി എന്ന നിഗമനത്തിൽ ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ളത്. അർജുൻ.